നിരവധി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കാനഡയിലെ പ്രസിദ്ധമായ വിശുദ്ധ അന്ന ഡെ ബീപ്രെ ദേവാലയത്തെക്കുറിച്ച് അറിയാത്തവർ വളരെ ചുരുക്കമേ കാണുകയുള്ളൂ. അവിടെ രോഗശാന്തി ലഭിക്കുന്ന അനേകം മുടന്തന്മാർ ക്രച്ചസ് ഉപേക്ഷിക്കുന്നു. വിശുദ്ധ ജോവാക്കിമിനോടും വിശുദ്ധ ഹന്നയോടും പ്രാർത്ഥിക്കാനായി അനേകായിരക്കണക്കിന് മൈലുകൾ അപ്പുറത്ത് നിന്ന് പോലും ഈ ദേവാലയത്തിലേക്ക് തീർത്ഥാടകർ പ്രവഹിക്കുന്നു. ഒരു കാലത്ത് ജൂലൈ 26-ന് വിശുദ്ധ ഹന്നായുടെ തിരുനാൾ മാത്രമേ ആഘോഷിക്കപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ പുതിയ ദിനസൂചികയിൽ പരിശുദ്ധ മറിയത്തിന്റെ മാതാപിതാക്കളുടെ 2 തിരുനാളുകളും ഒരുമിച്ച് ആഘോഷിക്കപ്പെടുന്നു. വിശുദ്ധ ജോവാക്കിമിന്റെയും ഹന്നായുടെയും തിരുനാളുകൾ പണ്ട് മുതലേ നിലവിലുണ്ട്. മധ്യകാലഘട്ടങ്ങളിൽ വിശുദ്ധ ഹന്നായുടെ നാമധേയത്തിൽ നിരവധി ദേവാലയങ്ങളും ആശ്രമങ്ങളും സമർപ്പിക്കപ്പെട്ടിരുന്നു. പണ്ട് മുതലേ ഈ ദമ്പതികളുടെ ക്രിസ്തീയ വിവാഹ ബന്ധത്തിന്റെ ഉത്തമ മാതൃകളായിട്ട് പരിഗണിച്ചു വരുന്നു. ജെറുസലേമിലെ സുവർണ കവാടത്തിൽ വെച്ചുള്ള അവരുടെ കണ്ടുമുട്ടൽ കലാകാരന്മാരുടെ ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. വിശുദ്ധ ഹന്നായുടെ നാമധേയത്തിൽ ജെറുസലേമിൽ ഒരു ദേവാലയമുണ്ട്. ഇത് വിശുദ്ധരായ ജോവാക്കിമിന്റെയും ഹന്നായുടെയും ഭവനമിരുന്ന സ്ഥലത്ത് തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദമ്പതിമാരുടെ ഭവനത്തിൽ വെച്ചാണ് കന്യകാമറിയം ദൈവമാതാവാകുവാനുള്ള ദൈവിക പരിശീലനം നേടിയത്. പരിശുദ്ധ മാതാവിനോടുള്ള ക്രൈസ്തവരുടെ സ്നേഹത്തിന്റെ ഒരു വിപുലീകരണമാണ് ഈ ദമ്പതിമാരോടുള്ള ഭക്തി.